ചേട്ടാ, കൊട്ടി ഘോഷിച്ച് തുടങ്ങിയ ഇന്ത്യ സഖ്യം ഇപ്പൊ പൊട്ടിത്തെറിയിലേക്കാണെന്ന വക്കിലാണ് നിൽക്കുന്നത്. എന്താണ് സംഭവം? എന്താണ് ഇന്ത്യ സഖ്യത്തിന് പറ്റിയത്? അല്ല, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ള പല തെരഞ്ഞെടുപ്പുകളും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതിയല്ലോ. ഹരിയാന മുതൽ ഡൽഹി മുതൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ബീഹാർ വരെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് പറയുകയാണ് അഖിലേഷ് യാദവിനെ പ്രധാന മുഖ്യ പൊസിഷൻ നൽകണമെന്ന് പറയുകയാണ്. അതൊരിക്കലും കോൺഗ്രസ് അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. കാരണം രാഹുൽ ഗാന്ധിയെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഇനിയും തെരഞ്ഞെടുപ്പിനെ നേരിടുകയുള്ളൂ. അപ്പൊ ഇന്ന് കോൺഗ്രസ് തന്നെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു, തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും, തങ്ങൾ മറ്റു കക്ഷികളെ ഒന്നും കൂട്ടേണ്ടതില്ല, പാർട്ടിയുടെ കരുത്ത് ഒറ്റയ്ക്ക് തെളിയിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ നമുക്കറിയാം, കോൺഗ്രസിലെ തന്നെ ശശി തരൂര് തന്നെ ഇപ്പോൾ മോദി സ്തുതിയുമായിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാർത്തി ചിദംബരം കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയിരുന്നു. കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. അപ്പോ തുടരെ കോൺഗ്രസിന് ഇങ്ങനെ സഖ്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് മത്സരിച്ചിട്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ബംഗാളിലാണ്. ബംഗാളിൽ ഒട്ടും സ്ഥിതി വ്യത്യാസമാകുമെന്ന് തോന്നുന്നില്ലല്ലോ. കാരണം BJP അവിടെയും അധികാരത്തിലേറാനാണ് എല്ലാ ചാൻസും ഉള്ളത്. അവിടെ കോൺഗ്രസ് വട്ടപൂജയാണല്ലോ. കോൺഗ്രസ് വട്ടപൂജയാണ്. ഇപ്പോ മമതയുടെ ക്രൂരത ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു കലാപം കൂടി കഴിഞ്ഞായിരുന്നല്ലോ, ബംഗാളിൽ ഒരു കലാപം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കലാപത്തിൽ നിന്നുകൊണ്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസിന് അല്ലെങ്കിലും കോൺഗ്രസ് എനിക്ക് തോന്നുന്നു CPM ചേർന്നുകൊണ്ടാണ് അവിടെ മത്സരിക്കുന്നത്. യാതൊരു സ്കോപ്പും ഇല്ലാതായി മാറിയിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും. സഖ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യാതൊരു വട്ടപൂജ്യമാണ്. UP-യിലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസേ ഇല്ല. എന്തോ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഗ്രസിന്റെ കിരീടം വെക്കാത്ത രാജകുമാരനായ രാഹുൽ ഗാന്ധി PR മാത്രമാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അതായത് ഓരോ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു ബോംബ് പൊട്ടിക്കാൻ അദ്ദേഹം വരും, എന്നിട്ട് അതൊരു PR സ്റ്റണ്ട് കൊണ്ട് ശ്രദ്ധ നേടും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ചർച്ചയാവുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു ട്രിപ്പ് നടത്തും, തായ്ലൻഡിലേക്കും മക്കാവിലേക്കും ട്രിപ്പ് നടത്തും. അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചു വരും. ഏറ്റവും ഒടുവിൽ ബീഹാറിന്റെ നമ്മുടെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ജംഗൽ രാജ് നമ്മുടെ ട്രിപ്പ് പോയായിരുന്നു. അതിനെതിരെയാണ് ഇപ്പൊ AAP, അതായത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്ന ആം ആദ്മി പാർട്ടി തന്നെ അതിനെ കളിയാക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നടപ്പാക്കുന്ന ഈ ഒരു പ്രക്രിയ തന്നെയാണ്. ഇത് നിർഭാഗ്യവശാൽ പ്രബുദ്ധരെന്ന് പറയുന്ന മലയാളികൾക്ക് മാത്രമാണ് ഇത് മനസ്സിലാകാതെ ഉള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും ഇത് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കുന്നു. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാദേശിക പാർട്ടികൾക്ക് പിന്നെയും ശക്തിയുള്ള പാർട്ടികളാണ് പ്രാദേശിക പാർട്ടികൾ. പക്ഷേ കോൺഗ്രസിനോടൊപ്പം അവർ ചേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. തീർച്ചയായും. മാത്രമല്ല, ഇപ്പോ ഇവര് ഇന്ത്യ സഖ്യത്തിന്റെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തുമ്പോൾ മാത്രം കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ്. കേരളത്തിലടക്കം ഇവർ പല ഗ്രൂപ്പുകളായിട്ട് ചിതറി കിടക്കുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്. അപ്പോഴും ഇവർക്ക് ഉയർത്തിപ്പിടിക്കാൻ തക്ക ഒന്നുമില്ല. ഫണ്ടില്ല എന്നുള്ളത് വേറെ കാര്യം. അതിനിപ്പം ഇവരൊരു സഖ്യമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇവര് ഒത്തൊരുമിച്ച് നിൽക്കുന്നോ അല്ലാതെ കൂട്ടായി നിൽക്കുന്നോ ഒന്നും നമ്മൾ കാണുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാലോ, K. സുധാകരനെ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം അറിയുന്ന സണ്ണി ജോസഫിനെ, ആ മണ്ഡലത്തിൽ പോലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അറിയില്ലെന്ന് തോന്നുന്നു എല്ലാ ജനങ്ങളും. ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് സാമുദായിക സമവാക്യം എന്നുള്ളതിന്റെ പേരിൽ പിടിച്ച് KPCCയുടെ പ്രസിഡന്റ് ആക്കി. അതിനുശേഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ അതും ഒരുപാട് ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം പുറത്താകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതും അദ്ദേഹം സ്ത്രീകൾക്കൊക്കെ വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് തന്നെ അതേ ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം പുറത്താകേണ്ട അവസ്ഥ വരുന്നു. അതിനുശേഷം അഭിനവർക്കിയായിരുന്നു സ്വാഭാവികമായിട്ട് പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത്. എന്നാൽ OG ജിനീഷിനെ പോലെ ഈ കേവലം KC വേണുഗോപാലിന്റെ VD സതീഷിന്റെ ഒക്കെ ഗുഡ് ലിസ്റ്റിലുള്ള ആളെ പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ഈ സ്ഥാനം നൽകുന്നു, ഉന്നത സ്ഥാനം നൽകുന്നു. അപ്പോൾ അങ്ങനെ പാർട്ടി തന്നെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നശിക്കാൻ ബാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. പിന്നെ പലതും പേയ്മെന്റ് സീറ്റുകളാണല്ലോ കോൺഗ്രസിന്റെ ഒക്കെ. നമുക്കറിയാം, ആലുവ മുൻഷി JB മേത്തർക്കൊക്കെ എന്ത് പാരമ്പര്യം ഉണ്ടായിട്ടാണ് അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും കോൺഗ്രസിൽ നിന്നുകൊണ്ട് കൊഴിഞ്ഞുപോക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവര് കളിയാക്കുന്ന BJP-യിലേക്കാണ് അധികം നേതാക്കൾ ഇപ്പൊ പോകുന്നത്. ഏറ്റവും കൂടുതൽ BJP-ക്ക് MLA-മാരെയും MP-മാരെയും നൽകിയിട്ടുള്ളത് കോൺഗ്രസ് ആണല്ലോ. ഏറ്റവും കൂടുതൽ MLA-മാരെയും MP-മാരെയും നൽകിയിട്ടുള്ളത് കോൺഗ്രസ് ആണ്. അപ്പോ BJP-യുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് BJP-യുടെ അജണ്ട എന്ന് പറയുന്നത്. പക്ഷെ അതിന് അവർക്ക് വലിയ രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കാരണം എത്രമാത്രം MLA-മാരെയും MP-മാരെയും വളരെ ഈസി ആയിട്ട് അവർക്ക് അടർത്തി മാറ്റാം. കേരളത്തിൽ പോലും BJP-ക്ക് സീറ്റുകൾ ഇല്ലാതെയായി പോയി. BJP-ക്ക് ഒരു 5-6 സീറ്റുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മിക്ക കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ന് BJP-യിലേക്ക് എത്തിയനെ.
അതാണ് യാഥാർത്ഥ്യം. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ പുത്രന്റെ ഒരു പുത്രന്റെ കുടുംബം BJP അല്ലേ, സഞ്ജയ് ഗാന്ധിയുടെ. ഇപ്പോ കരുണാകരന്റെ മകൾ പത്മജ BJP-യിലാണ്, ആന്റണിയുടെ മകൻ BJP-യിലാണ്. അപ്പോ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാതെ ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കർണാടക ഇലക്ഷന്റെ സമയത്തൊക്കെ ഇലക്ഷന് ശേഷം MLA-മാരെ റിസോർട്ടിൽ പാർപ്പിക്കേണ്ട ഗതികേടാണ് കോൺഗ്രസിനുള്ളത്. അപ്പൊ ഇങ്ങനെ ഒരു പാർട്ടിക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ജനങ്ങൾ നൽകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. നമ്മൾ ബീഹാറിലേക്ക് വന്നാൽ തന്നെ ബീഹാറിൽ ഇപ്പോ വോട്ട് ചോരി ആരോപണമൊക്കെ ഇവർ ഒരുപാട് ഇന്ത്യ സഖ്യം ഉയർത്തി കാണിച്ചു. പക്ഷെ നമ്മൾക്ക് ഇപ്പോ നമ്മുടെ റിപ്പോർട്ടർ ടിവിയുടെ ഒരു റിപ്പോർട്ടർ തന്നെ പറഞ്ഞത് നമ്മുടെ അവിടെ യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ കണ്ട പ്രഹസനങ്ങളൊന്നും ബീഹാറിൽ അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തിന് നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് അവിടെ ഒരു പാർട്ടി ഓഫീസ് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അതിന് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ പല ടിവിയിലെ ക്യാമറാമാൻമാരും ഉൾപ്രദേശത്ത് പോകുമ്പോൾ രാഹുൽ ഗാന്ധി അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആ നാട്ടുകാർക്ക് രാഹുൽ ഗാന്ധി അറിയ പോലും ഇല്ല. മോഡി അറിയാം, രാഹുൽ ഗാന്ധി അറിയ പോലും ഇല്ല. നമ്മൾ വെറുതെ ഇല്ലാത്ത വാചക കസരത്തുകളാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ബീഹാറിൽ യാതൊരു സ്പേസും ഇല്ല. 10-15 സീറ്റിൽ ഒഴിച്ചു കഴിഞ്ഞാൽ യാതൊരു സ്പേസും കോൺഗ്രസിന് അവിടെ ഇല്ല. നമ്മൾ എന്തോ വലിയ ഹൈപ്പ് നൽകി ഒരു വലിയൊരു അവതാര പുരുഷനെ പോലെ ചിത്രീകരിക്കുകയാണ് അദ്ദേഹത്തെ ചെയ്തത്. യഥാർത്ഥത്തിൽ അത് ബീഹാറിലെ ജനങ്ങൾ സമ്പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ തന്നെയാണ് സകല സംസ്ഥാനങ്ങളിലെയും അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വ്യത്യസ്തമായിട്ടുള്ളത് കർണാടകയും തെലങ്കാനയും മാത്രമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന്റെ കരുത്തുകൊണ്ട് മാത്രം വിജയിച്ചതാണ്. അല്ലെങ്കിൽ അതും പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തിയേനെ. അതെ, അതിപ്പോ അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മലയാള മാധ്യമങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രശസ്തി കൊടുക്കുന്നത്. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാവുന്നത്? എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ BJP വിരുദ്ധതയുണ്ടല്ലോ. ഒരു നല്ല രീതിയിൽ BJP വിരുദ്ധത ഉയർത്തി കാണിച്ചാൽ മാത്രമേ ചാനലുകൾക്ക് റേറ്റിംഗ് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ന്യൂസ് വാല്യൂവിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ ആളുകളെ ഓഡിയൻസിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, ഓഡിയൻസിനെ ചാനലിലേക്ക് മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത ഒരു അവതാര പുരുഷനായിട്ട് രാഹുൽ ഗാന്ധിയെ കാണിക്കുന്നത്. പിന്നെ നമുക്കറിയാം, ഈ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം അറിയാലോ. ആ മണ്ഡലത്തിലെ ക്രമാതീതമായി അദ്ദേഹം ജയിക്കുന്നത് തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു വോട്ട് കൂടിക്കൊണ്ടാണ്. ഇപ്പൊ പ്രീണന രാഷ്ട്രീയം മാത്രമേ ഇവർക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളൂ, അല്ലാതെ ഇവർക്ക് വേറൊന്നും ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ മാത്രം. അത് തെലങ്കാന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. തെലങ്കാന മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമാക്കിയിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇനിയും അങ്ങനെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി വരെ ഇന്ത്യയിലെ നാമാവിശേഷമാകും. അവശേഷിക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇപ്പൊ ഈ തൊട്ടടുത്താണ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് വായിച്ചതാണ്. നമ്മുടെ എത്രയോ നമ്പർ ഓഫ് ജഡ്ജിമാർ, പിന്നെ കുറെ നമ്മുടെ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുറച്ച് വ്യക്തികളൊക്കെ ചേർന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു പത്രിക അയച്ചിരുന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അപമാനിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഇദ്ദേഹത്തിനെ അപമാനിക്കുന്നു. അതിനെതിരെ നമ്മുടെ രാജ്യത്തിന് 272ഓളം പേരാണ്, പിന്നെ ജഡ്ജിമാരടക്കം വക്കീലന്മാരടക്കം നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഒരു പത്രിക അയച്ചത്. അതും ഈ നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്നതിനെ കാണിച്ചിട്ടാണ്. അതിനെങ്ങനെയാണ് നോക്കുകയാണ്? അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ, ഈ രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പൊ ട്രംപ് നമ്മുടെ ശക്ത എക്കോണമിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ട്രംപിന് എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റുകളാണ് നമ്മുടെ ബോംബെയിൽ അടക്കമുള്ളത്. അപ്പോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും നോക്കാതെയാണ് ഇദ്ദേഹം മറ്റുള്ളവർ എഴുതി കൊടുത്ത് അല്ലെങ്കിൽ എഴുതി നൽകുന്ന ആരോപണങ്ങൾ വെറുതെ തുറന്നെഴുന്നള്ളിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ട്രംപ് ഇപ്പോൾ ശക്ത എക്കോണമി എന്ന് ഇന്ത്യ വിശേഷിപ്പിച്ചിട്ടും അത് ഏറ്റുപിടിച്ചതിന്റെ ഒന്നാമത്തെ ഇത്. പിന്നെ മറ്റേ അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ, അരുൺ ജെയ്റ്റ്ലി മരണപ്പെട്ട അരുൺ ജെയ്റ്റ്ലി അദ്ദേഹം 2020 കണ്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ഓർക്കണം, നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ്. പിന്നെ ഇങ്ങനെയുള്ള മണ്ടൻ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. എന്തിനാ നമ്മുടെ നിയമസഭയിൽ, നമ്മുടെ പാർലമെന്റിൽ അദ്ദേഹം പോകാറ് പോലും ഇല്ല. പോകുമ്പോ തന്നെ അവിടെ അദ്ദേഹത്തിന്റെ പല സകല പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തിന് മാപ്പ് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടല്ലോ. സവർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ചൌക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പൊ തന്നെയാണെങ്കിൽ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അദ്ദേഹം ഇലക്ഷൻ കമ്മീഷനെ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സത്യവാങ്മൂലം നൽകുന്നില്ല. അപ്പോ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണല്ലോ. വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് ഗാന്ധി എന്നുള്ളൊരു പേര് പോലും മുൻനിർത്തി, ഒരു ലേബൽ പോലും നൽകിയിരിക്കുന്നത്, അവർ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഗാന്ധി എന്നുള്ള ഒരു ലേബലിൽ മാത്രമാണ് തോന്നുന്നു ഇവർക്ക് വോട്ട് കിട്ടുന്നത്. പ്രിയങ്ക ഗാന്ധി അല്ലാതെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് നമ്മുടെ വയനാട്ടില്, ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു കുടുംബാധിപത്യ ശൈലിയാണല്ലോ. ജനാധിപത്യത്തെ കുറിച്ച് കുറെ വാദവരാതെ വാദിക്കുന്നു, പക്ഷെ ഇവർ നടപ്പാക്കുന്നത് മൊത്തം കുടുംബാധിപത്യമാണല്ലോ.
ആ ഒരു ഈ പാർട്ടിയുടെ തന്നെ പ്രതിപക്ഷ നേതാവാനും അതിനിപ്പോ ഖാർഗെ പോലെ ഒരു വ്യക്തിയെ പാവയായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമല്ലാതെ അവർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗാന്ധി കുടുംബത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോ വോട്ട് ചോരി ആരോപണത്തെ ഇവരിത്ര ഉയർത്തി കാണിക്കുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം തൊട്ട് എത്രയോ വർഷങ്ങൾ വരെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ശക്തമായിരുന്നില്ല. അപ്പോഴൊക്കെ ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, നമ്മുടെ രാജീവ് ഗാന്ധി ആയിക്കോട്ടെ, അവർ ജയിച്ചത് ഒരുപാട് തിരിമറികൾ കാണിച്ചിട്ടാണ്. അതൊന്നും നമ്മുടെ വോട്ടിന് യാതൊരു വിലയില്ല. പിന്നെ TN ശേഷൻ വന്നതിൽ പിന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ കുറെ കൂടി ക്രെഡിബിലിറ്റി ആയത്, ക്രെഡിബിലിറ്റി സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമുക്കറിയാമല്ലോ ജനാധിപത്യത്തെ മൊത്തം ചവിട്ടി മെതിക്കുന്ന എമർജൻസി അടിയന്തരാവസ്ഥ ഇന്ന് ജനാധിപത്യത്തെ കുറിച്ച് വാദിക്കുന്നത്. പക്ഷെ ഇതിനൊന്നും യാതൊരു വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ സംസ്ഥാനങ്ങളിലെ എല്ലാ തെരഞ്ഞെടുപ്പ് പരാജയങ്ങളും നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം എന്നല്ല, കോൺഗ്രസ് തന്നെ ഇല്ലാതാകുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കോൺഗ്രസ് ഇനി ഇന്ത്യയിൽ ഇന്ന് ഒരു 5-6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുപോലും ആ നിലനിൽപ്പ് പോലും കോൺഗ്രസിന്റെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ എത്തുന്നത്.